മമ്മൂട്ടിയാന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട്. കൊള്ളാലോ. ഇവിടെ മമ്മൂട്ടിയുടെ കല്യാണത്തിന് ഇവിടുന്ന ബിരിയാണി വേറെയോ? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. തുടക്കം തന്നെ പറയട്ടെ, ഇത് ഫുഡിന്റെ ഒരു വ്ളോഗാണ്. അത് കാലിക്കട്ടിലെ കുറച്ച് ഫുഡിന്റെ വ്ളോഗ്സ് ആയിരിക്കും. സോ വിശക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി കഴിച്ചിട്ട് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കരുതുക. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്ഥലങ്ങളാണ് ഞാൻ തൽക്കാലത്തേക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബിരിയാണി സ്ഥലം, കാലിക്കട്ട് ഓബ്വിയസ്ലി ബിരിയാണി സ്ഥലമാണല്ലോ. എനിക്ക് കുറെ കാലമായി അവിടെ കഴിച്ചിട്ട്. കാരണം ബിരിയാണി ഇപ്പൊ കേട്ടിരിക്കുന്നതിൽ റഹ്മത്ത് ഫോർ ബീഫ് ബിരിയാണി, പക്ഷെ എനിക്ക് റഹ്മത്ത് ഭയങ്കര ഓയിലി ആയി തോന്നി. ടേസ്റ്റി ആണെങ്കിലും ഭയങ്കര ഓയിലി ആയി തോന്നി. പിന്നെ പാരഗൺ നമ്മുടെ കൊച്ചിയിലും ഉണ്ട്. സോ അത് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നില്ല. പിന്നെ കുറ്റിച്ചിറ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് പ്ലാൻ. സോ ഇന്നത്തെ കുറ്റിച്ചിറ ബിരിയാണിയിലെ ലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഒരു ഇവിടുത്തെ ഹൈപ്പാണോ അതോ ജെനുവിൻലി ഗുഡ് ആണോ എന്ന് അറിയില്ല. ഒരു ഡെസേർട്ട് ഷോപ്പ് ഉണ്ട്, അതിന്റെ പേര് എനിക്ക് അറിയില്ല, എന്ന് ഗൂഗിൾ ചെയ്യണം. സോ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു വെസ്റ്റേൺ ഫുഡ്. സോ ഇത് 3 ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഈവനിങ്ങിൽ ഒരു സ്നാക്സിന്റെ കടയും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഏതാണെന്ന് നോക്കണം. ഈ 4 സ്ഥലത്തെ ഫുഡ് വ്ളോഗ് ആയിരിക്കും ഇന്ന് വരുന്നത്. സോ കാലിക്കട്ട് വന്നാൽ അത് ട്രൈ ചെയ്യാൻ പറ്റുമോ, അത് റെക്കമെൻഡഡ് ആണോ എന്നൊക്കെ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറയുന്നതായിരിക്കും. റെഡിയാണോ ബിരിയാണി കഴിക്കാൻ? ബിരിയാണി കഴിക്കാനാണ് ഇത്ര ഒരുങ്ങി വന്നിരിക്കുന്നത്. ഒരാൾക്കാണെങ്കിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ വന്നേ? കഴിച്ചാ 2:30-ക്കാണ് നമ്മുടെ ഫസ്റ്റ് മീല്. എല്ലാരും നമ്മുടെ കൂടെ ആരൊക്കെ ചേർന്ന് അവർക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ജഫറിനും ഇല്ല. അതെ, അപ്പൊ എല്ലാരും ഫിറ്റ് ആവണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് ഉറപ്പാ. അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിക്കാൻ പോകുന്ന ഇന്നത്തെ വ്ളോഗ് കഴിയുമ്പോ പറയും വല്ല കാര്യമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടത്, അതും കൂടെ കഴിച്ചുകൂടായിരുന്നു. ഫസ്റ്റ് സ്ഥലം ഈ കുറ്റിച്ചിറ. എനിക്ക് കുറെ ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നത്. ബീച്ച് റോഡിൽ വന്നു. 20-25 മിനിറ്റ്സ് ആണ് വെയിറ്റിംഗ്. നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ തന്നെ സമയം 2:30 ആയി. അപ്പോ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകും. അവിടെ 10 മിനിറ്റ് വെയിറ്റിംഗ് എന്ന് പറയാം. അപ്പൊ എനിക്ക് ആദ്യമേ സ്ഥലത്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു. ഒരു ബിരിയാണി കഴിക്കാൻ എന്തോരം കൺഫ്യൂഷൻ. ബിസിനസ് തുടങ്ങാൻ നമുക്ക് ഇത്രയും ആലോചന ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോ ചിലപ്പോ അരമണിക്കൂറാവും അവിടെ എത്താൻ. പിന്നെ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ ഈ വെയിറ്റിംഗും ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു ഡിഫറെന്റ് വെയിറ്റിംഗ് ആണ്. ഇവിടെ മാവൂർ റോഡിലുണ്ട്, അവിടെ പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരാം. ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച. സോ എന്തൊരു തിരക്ക് ഇത്. സമയം 3 മണിയായിട്ട് നല്ല തിരക്ക്. കാരണം ഇവിടെ മാത്രമേ ഞാൻ പാർക്കിംഗ് കണ്ടുള്ളൂ. അല്ലെങ്കിൽ ഹൈലൈറ്റ് മോളിൽ പോകണം. അവിടെ വരെ പോകാനുള്ള ടൈം ഇല്ല. സോ ഇവിടുന്ന് തന്നെ കഴിക്കാം. കുറ്റിച്ചിറ ബിരിയാണി വെറുതെ ഹൈപ്പാണോ? ഒരു രക്ഷയില്ല കേട്ടോ. റഷ്. എന്നാലും AC ഉള്ള ഒരു സ്ഥലമുണ്ട്, അതുകൊണ്ട് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. എന്താ എവിടെ പ്രിയ? മമ്മൂട്ടിയാന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട്. കൊള്ളാലോ. ഇവിടെ മമ്മൂട്ടിയുടെ കല്യാണത്തിന് ഇവിടുന്ന ബിരിയാണി വേറെയോ? ആ ബിരിയാണി കഴിക്കാൻ പറ്റിയല്ലോ. ഞാൻ ചിലപ്പോ തള്ളിയതായിരിക്കും കേട്ടാ, ചിലപ്പോ തള്ളായിരിക്കും. മമ്മൂട്ടിയുടെ കല്യാണത്തിന് ഇവിടുന്ന് പോയത്. കൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുന്ന് തന്നെയാ. ആ ഇത്രയും ചീപ്പായിട്ട് ഞാൻ വേറെ എവിടെയും ഇങ്ങനെ റെപ്യൂട്ടഡ് സ്ഥലത്ത് ബിരിയാണി പ്രൈസ് കണ്ടിട്ടില്ല. ബിരിയാണി ഫുള്ള് ബീഫിനൊക്കെ 150, ദം ബിരിയാണി 170 ഒക്കെ ഉള്ളൂ. എനിക്ക് ഞാൻ കഴിച്ചിരിക്കുന്ന റെപ്യൂട്ടഡ് സ്ഥലത്ത് ഏറ്റവും ചീപ്പസ്റ്റ് ബിരിയാണി ഇവിടെയാണ്. കോഴിക്കോട് ആൾക്കാർ എന്നെ കമന്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ബിരിയാണി. അതും ഈ റഹ്മത്തിൽ. ഇന്നിപ്പോ പ്രിൻസ് വന്നപ്പോ പറയുന്നത് റഹ്മത്തിലും പാർക്കിംഗ് ഇല്ല, തിരക്ക്, ബ്ലോക്ക്. കുറ്റിച്ചിറയുടെ എല്ലാ ബ്രാഞ്ചിലും ബ്ലോക്ക്. അത്രയും ഭ്രാന്താണ് നിങ്ങൾക്ക് ബിരിയാണി. നിങ്ങളുടെ ആണെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാ. വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിക്കും ടേസ്റ്റാ, ഹോട്ടലിലെ ബിരിയാണിക്കും ടേസ്റ്റാ. എന്നാലും എല്ലാ സ്ഥലത്തും റഷ്യ. വൈ
പോലത്തെ ഒരു സംഭവമായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം മസാലയുണ്ട്, പക്ഷെ ലൈറ്റ് മസാലയാണ്. ആ ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിക്കുന്നു. കൊതിയൊന്നും ഇല്ല. പിന്നെ ആർക്ക് അതെന്താ വേണ്ട, അത് ബാക്കി പദ്ധതി കാണും. ഇനി ഇത് കഴിഞ്ഞിട്ട് പറ്റെങ്കിൽ ഒരു മട്ടനും കൂടെ പറയണം. ഇത് ഞാനും പ്രിൻസും ഷെയറിംഗാ. ഒരു ചിക്കൻ ഒരു ബീഫ് ഞങ്ങൾ രണ്ടും ഷെയറിംഗാ. നോക്കട്ടെ. സോ കുത്തിച്ചിറ ബിരിയാണി അത്രയും ഹൈറ്റപ്പ് ആയിട്ടുള്ളതാണ്. ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് മസാല ഇട്ടിട്ടുണ്ട്. നമുക്ക് ചമ്മന്തിയും സാലഡ് ഒന്നും ഇല്ലാതെ ഫസ്റ്റ് പിടി ഒന്ന് പിടിക്കാം. ഇത് ലഗൂൺ ചിക്കൻ ആണെന്ന് തോന്നുന്നത്. നല്ല ഓയിലിയാണ്. എന്നാലും ഉണ്ടല്ലോ കണ്ട അധികം സ്പൈസി അല്ലാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത്യാവശ്യം എരിവുണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്, കംപ്ലീറ്റ് മസാല ഉണ്ട്. ഭയങ്കര മൈൽഡ് ബിരിയാണി ഒന്നും അല്ല. ഉള്ളിത്തിങ് ഇല്ല. അസം ചിക്കൻ ആയതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണെങ്കിലും ചിക്കൻ പീസ് സൈസ് കുറവായിരിക്കും. പക്ഷെ ഈസിലി റിലേറ്റബിൾ, വൈറ്റ് ഇസ് വർത്ത് ദ ഹൈപ്പ് എന്നുള്ളത്. ഇവരുടെ റൈത്ത ഫ്ലോപ്പാന്ന് പറഞ്ഞു, ഞാൻ എടുത്തില്ല. എനിക്ക് പൊതുവെ റൈത്തയും പിക്കിളും ഇഷ്ടമല്ല. പക്ഷെ റൈത്ത ഫ്ലോപ്പാന്ന് പറഞ്ഞേ. ഇവരുടെ ഒരു ചിക്കൻ 65 നോക്കട്ടെ. ഫ്ലോപ്പാണോ റൈത്ത? തൈരിന് നോക്കട്ടെ. ചിക്കൻ 65 ഇപ്പൊ വറുത്തെടുത്തേ ഉള്ളു കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ല മസാലയുടെ പൊടിയുണ്ട്. അതും നമുക്ക് ബിരിയാണിയുടെ കൂടെ ഒന്ന് വെക്കാം. ഓ സൂപ്പർ. ഒരു തട്ടുകട ചിക്കൻ ഫ്രൈ കിട്ടില്ല. മസാല ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, ഫ്രഷ് ചിക്കൻ ഫ്രൈ ആണ്. അതെ, നല്ല തണുത്ത നാരങ്ങ വെള്ളവും വന്നിട്ടുണ്ട്. ഇനി നോക്കട്ടെ ഇവരുടെ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി നോക്കട്ടെ ഇവരുടെ ബീഫ് ദം ബിരിയാണി. ഇത് ഇവരുടെ മെനുവിൽ ഫസ്റ്റ് കിടക്കുന്ന ഇതാണ്. സോ അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഓ ബീഫ് എനിക്കൊന്ന് കാലിക്കട്ട് വല്ല വേറെ എവിടെ നിന്നാണോ ബീഫ് വരുന്നത്? എന്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല. മേ ബി ദമ്മിൻ്റെ ആയിരിക്കും. ബീഫും ഇതും കൂടെ നോക്കട്ടെ. ഇവിടെ ചമ്മന്തി ഒന്നും ഇല്ലല്ലോ നമ്മുടെ പാരഗൺ പോലെ. ഓ ബീഫ് കുറച്ച് നമുക്ക് ആ ബീഫും പെപ്പറിന്റെയും ഫ്ലേവറാണ് കിട്ടുന്നത്. ഇതും അധികം മസാലയില്ല. പക്ഷേ റൈസിന്റെ ഫ്ലേവർ എനിക്ക് പേഴ്സണലി ഡിഫറെൻ്റ് ആയി തോന്നുന്നു. ഈ ബീഫിന്റെ ഒരു ഫ്ലേവർ റൈസിലും കിട്ടിയിട്ടുണ്ട്. മസാല വളരെ ലിമിറ്റഡ് ആണ്. സോ മസാല ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല. അധികം മസാല അല്ലെങ്കിൽ അധികം സ്പൈസിനെസ് വേണ്ടാത്തവർക്ക് എനിക്ക് തോന്നുന്നത് അടിപൊളി ഒരു ബിരിയാണിയാണ്. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുന്നത് പുൾഡ് ബീഫൊക്കെ ഇല്ലേ, കുറേ നേരം ഇട്ട് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ബീഫ്, ആ ഒരു ഫ്ലേവർ ഇവിടുത്തെ ബീഫിന് വരുന്നത്. ഓ സൂപ്പർ. 3 ബിരിയാണി, ഒരു ചിക്കൻ 65, 3 ലൈം ജ്യൂസ്, 655 റുപ്പീസ്. 655. നമ്മള് നാട്ടിൽ പറഞ്ഞ സ്വിഗ്ഗി ചെയ്യുമ്പോ എത്ര 350 രൂപ ഒരു ബിരിയാണിക്ക്. ഒരാൾക്ക് ഇപ്പൊ 350 എങ്ങാണ്ടേ സ്വിഗ്ഗി ചെയ്യുമ്പോ. ഇതാണ് വെറുതെ അല്ല കാലിക്കട്ടില് ബിരിയാണി കടയിൽ ഇത്രയും തിരക്ക്. നമുക്ക് തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. അടുത്തത് ഡിസേർട്ട് സ്റ്റോമിലാണ് പോകുന്നത്. ഡിസേർട്ട് സ്റ്റോം എന്നാണ് കടയുടെ പേര്. മിക്സഡ് റിവ്യൂസ് ആണ്, പക്ഷെ ഭയങ്കര എനിക്കൊന്ന് ഏറ്റവും ഇൻസ്റ്റാഗ്രാമബിൾ ഒരു ഡിസേർട്ട്സ് ആണ് അവിടെ ഉള്ളത്. ഡിസേർട്ട്സ് മിക്സഡ് റിവ്യൂ ആണ്. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. എനിക്ക് പേഴ്സണലി ഞാൻ കാലിക്കറ്റ് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വെച്ച് ഉപയോഗിക്കുന്ന ഡിസേർട്ട് ഷോപ്പ് ബേക്കർ ആൻഡ് കോ ആണ്. പക്ഷെ എന്തായാലും അത് നമ്മൾ ട്രൈ ചെയ്തതുകൊണ്ട് ഇവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യാം. ഡിസേർട്ട് സ്റ്റോം. ഇടയ്ക്ക് ഹലുവ വാങ്ങണമെന്ന് പ്രിയ പറഞ്ഞ, അമ്മയ്ക്കും ഇഷ്ടമാണ് ഡാഡിക്കും ഇഷ്ടമാണ്. അപ്പൊ ഇവിടുത്തെ ഇതിന് ഭയങ്കര ചെയിനാണ് ഇപ്പൊ ഇവിടുത്തെ. ഇവിടുത്തെ ആൾക്കാർ പറയട്ടെ ഈ അൽവ വാല ഫേമസ് ആണോ അല്ലയോ? സിൻസ് 1975. ഓ പുതിയതല്ല അല്ലേ? അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ക്ലാസിക് സ്പെഷ്യൽ ഗീ ബനാന അൽവ. ഓ അത് ഭയങ്കര റേറ്റ് ആണല്ലോ. അസോർട്ടഡ് മിക്സ് മസാല അൽവ. എരിവുണ്ട്, മധുരമുണ്ടോ? മധുരമുണ്ട്, പക്ഷെ ആ പച്ചമുളകിന്റെ ഒരു മണില്ലേ? മണം തന്നെ പച്ചമുളകിന്റെ. ഏത് പച്ചമുളകിന്റെ? ഡാഡിക്ക് പച്ചമുളകും ഇഷ്ടം, ഹലുവ ഇഷ്ടം. അപ്പൊ നല്ല കോമ്പിനേഷൻ. ഡയറ്റാന്ന് പറഞ്ഞിട്ട് ആർക്കാ എന്നെ പറഞ്ഞു വിട്ടേക്കുന്നേ? എന്ത് കാലിക്കട്ട് വരുമ്പോഴത്തേക്കും കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ വീട്ടിന്റെ പുറത്ത്.
നല്ല മധുരവും ഹലുവയും നല്ല മധുരം. കുനാഫയ്ക്ക് മധുരം ഇല്ലല്ലോ. കുനാഫയിലെ സുഗർ സിറപ്പ് ഇട്ടാലല്ലേ മധുരം ഉള്ളൂ. ഇത് അലുവ വിത്ത് ക്രിസ്പിനെസ് ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ അങ്ങനത്തെ അതേ പൊടിഞ്ഞ അലുവ കേട്ടാ. എങ്ങനെ കുനാഫയുടെ ടേസ്റ്റ് ഉണ്ട്, അലുവയുടെ ആ ടേസ്റ്റ് ഇല്ല. അപ്പൊ ടേസ്റ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ഒരു മൈസൂർ പാക്കിന്റെയും കുനാഫയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റിയാ. ഓ അവിടെ മാറി നിന്ന് പരിപാടി നടത്തുകൊണ്ടാ. സൂപ്പർ അല്ലേ? അലുവയുടെ അത്ര ഇല്ല. ഗോതമ്പ് അലുവയുടെ ഒക്കെ ഒരു ടേസ്റ്റാ. ഇളനീര്. അപ്പൊ എനിക്ക് ടേസ്റ്റ് ഉണ്ട്. എന്ത് കൊള്ളാമോ? ഓക്കെ, ഹലുവ കഴിച്ച് കുറെ മധുരമായി. സാമ്പിൾ ട്രൈ ചെയ്ത് എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഡെസേർട്ട് സ്റ്റോം എന്താന്ന് നോക്കട്ടെ. എന്തോ ഒരു ഊതിന്റെ കടകൾ ഇവിടെ. പെർഫ്യൂംസും എനിക്ക് തോന്നുന്നു കാലിക്കട്ടിലെ ബിരിയാണിനെ പോലെ തന്നെ ക്രേസ് ആണെന്ന് തോന്നുന്നത്. ഇത് മുകളിലാണല്ലോ. സോ ഡെസേർട്ട് സ്റ്റോം ഇത് ക്രൗഡൊന്നുമില്ല കേട്ടോ. കമ്പയർഡ് ടു നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊരു വ്യത്യാസം അല്ലേ? ആളില്ല, ഒച്ചപ്പാടില്ല, ബഹളം. അപ്പൊ ഇത് ഹൈപ്പ് ആയിരുന്നു, ഇൻസ്റ്റാഗ്രാം ഹൈപ്പ് ആയിരുന്നു, അതാ ടേസ്റ്റ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ബോളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബോളാണെന്ന് തോന്നുന്നു മെയിൻ. ഞാനാണ് ദിലുവിന് അയച്ചു കൊടുത്തത്. അയക്കണമായില്ലായിരുന്നു എന്ന് തോന്നുന്നു. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് ഒന്നും കഴിക്കാതെ പോവാണ്. നോട്ട് ബിക്കോസ് ഓഫ് ദ ഫുഡ് ഇസ് ബാഡ്, കാരണം ഇതല്ല ഇവരുടെ മെയിൻ ബ്രാൻഡിൽ. ഈ പിസ്ത മറ്റേ ചോക്ലേറ്റ് ബോളിനകത്ത് പിസ്ത സോസ് ഒക്കെ വരുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ അത് ഈ ബീച്ചിന്റെ അടുത്ത്, ബോംബെ ഹോട്ടലിന്റെ അടുത്തുള്ള ഡെസേർട്ട് സ്റ്റോപ്പിലാണ്. സോ അങ്ങോട്ട് പോവാണ്. 6 കിലോമീറ്റർ ഓടിച്ചു പോവാണ് നല്ല ഡെസേർട്ട് കഴിക്കാൻ. നോക്കട്ടെ, വല്ല കാര്യമുണ്ട്. ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോയാ പോരെ? ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോയാ പോരെന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വന്നുകൊണ്ട് അലുവ വാങ്ങാൻ കിട്ടി ഇവിടെ വന്നിട്ട്. അല്ല, എന്തായാലും അവിടെ പോയി കഴിക്കണം. എന്താ സംഭവം എന്ന് നോക്കണ്ടേ. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ സംഭവം. ഇത് 1 മില്യൺ ഉണ്ട് ഇതിന്റെ റീലിന്. അങ്ങനെ ഒരു ഡെസേർട്ട് സ്റ്റോപ്പ് തുടങ്ങാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റോപ്പ് ഇപ്പൊ വരും നോക്കിക്കകത്ത് പോകുമ്പോ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടാ. സോ നൈസ്. Berry bomb, magic bomb, candle, chocolate candle, pistachio tower. അതെന്തായാലും പറയണം. കുനാഫ ചോക്ലേറ്റിന്റെ ഒരു ലുക്ക് ഉണ്ട്. ക്രീം ബ്രൂളി, എക്ലെയർ ആൻഡ് ചീസ് കേക്ക്സ്. സൈൻ ഓഫ് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഗുഡ്നെസ് എന്താണെന്ന് അറിയോ? മറ്റേ ഹെർഷീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറപ്പ് അല്ല. ദേ മേക്കിംഗ് ചോക്ലേറ്റ് സോസ് ഓവർ ഹിയർ. സോ അത് തന്നെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടറാണ്. എനിക്ക് ഈ സിറപ്പൊക്കെ ഒഴിക്കുന്നത് നല്ലതല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. വെറും മധുരം മാത്രമാണല്ലോ, ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കാണില്ല. കൊണ്ടുവരുന്ന തന്നെ ഒരു അടിപൊളി രീതിയിലാണല്ലോ അല്ല. ഇതുവരെ എവിടെയും കാണാത്ത ഒരു പ്രസന്റേഷൻ ആണ്. വാവ്, നൈസ്. എന്താ ചോക്ലേറ്റ് സോസാ? ഓ വാവ്. Looks so yum, no? ഓക്കെ ഓക്കെ, എല്ലാരും കൊതിയിട്ടിരിക്കുവാണ്. നോക്കട്ടെ ഇതിന്റെ അകത്ത്. ഓ കൊള്ളാലോ. ഇതിന്റെ അകത്ത് എനിക്ക് മറ്റേ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, ആ സംഭവം. ഇഷ്ടം മാതിരി ചോക്ലേറ്റ് ഉണ്ട്. DBC ഓർ ഇത് പെട്ടതൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ നോക്ക്. കുനാഫ ചോക്ലേറ്റ് എൻ്റെ അകത്ത്. അതിന്റെ ചോക്ലേറ്റ് ടോപ്പ് ക്ലാസ് ചോക്ലേറ്റ് ആണ്, മറ്റേ സിറപ്പല്ല. ശരിക്കും കുനാഫ ചോക്ലേറ്റിന്റെ ഒരു ബെറ്റർ വേർഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ചോക്ലേറ്റ് ഇൻ്റലിജൻസ് ആണ്. ആരാണെങ്കിലും ഇതിന് വേണ്ടി ഇവിടെ വരാം, ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ. എനിക്കിഷ്ടമല്ല കേട്ടാ കുനാഫയും ഈ ചോക്ലേറ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ,
എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ. ഓക്കെ ഫൈൻ. കുനാഫ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ബ്രൗണി ഉണ്ട്. കുനാഫ അല്ല, പിസ്താഷ്യോ സ്പ്രെഡ് ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്പൂണിൽ നിർത്തും കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഒരു സ്പൂണിൽ നിർത്തില്ല. എന്താ നിർത്തിയല്ല? ഇല്ല. ഭയങ്കര delicious. It tastes expensive. That's the main thing. It just doesn't taste like sugar and some sauce and some low quality dried out cake. അതല്ല, it tastes genuinely of good quality ingredients. Obviously top quality or best ഒന്നും ഇല്ലെങ്കിലും it tastes of good quality ingredients. Delicious. ഭയങ്കര ടേസ്റ്റിയാണ്. സ്വീറ്റ് ആണ്, ഓവർ സ്വീറ്റ് ആണ്, but obviously that's what you expect from such a dish. ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അത് കഴുകണ്ട. 2 സ്പൂണിൽ നിർത്തി. ഇതൊരാൾ മട്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുവാണ്. എനിക്ക് മധുരം മട്ടിക്കില്ല, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. Only you can have. അത് സത്യം. I cannot have this much of sweet. ഇനിയിപ്പോ വരും ബെറി കോംബോ. എന്തൊക്കെയോ കത്തുന്നുണ്ട് ബാക്കില്. അടുത്തത് ഇത് പ്രിയം പ്രിൻസ് കൂടെ തീർത്തോണം കേട്ടല്ല. ഇത് കുറച്ച് വലുത് വന്ന് തോന്നുന്നു കേട്ടാ. ഇത് മാംഗോ ആണ്, ഫ്രഷ് മാംഗോ ഉണ്ടെന്ന് പറഞ്ഞു. മിൽക്ക് കേക്ക്, മാംഗോ സോസ്, നൈസ്. Full jasmine sim. തുറക്കുന്നുണ്ട്. ഓ ദേ പോയി അകത്ത്. ഓ മൈ ഗോഡ്, ഫുൾ മാംഗോ വന്നു കേട്ടോ അകത്ത്. പ്യൂർ മാംഗോ സോഡയിൽ നിന്ന് കട്ടിന് ഞാൻ കണ്ടായിരുന്നു. തുറന്ന് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ അകത്ത്. മാംഗോയും മിൽക്ക് കേക്കും എന്നാ പറഞ്ഞു. കേക്കാ. അപ്പൊ താഴെ മിൽക്ക് കേക്കിന്റെ ഫുള്ള് ഫ്ലേവർ നിൽക്കുന്ന പുറത്ത്. മാംഗോന്റെ ഇല്ല, മാംഗോയുടെ പീസ് കിട്ടിയിട്ടില്ല. പഴുത്ത മാംഗോ ഉണ്ടല്ലോ. എനിക്ക് കിട്ടിയില്ല. എടുക്ക്, മിൽക്ക് കേക്ക് മാത്രം കഴിക്കാതെ. ഭയങ്കര മധുര അല്ലേ? ടു സ്വീറ്റാ? ഭയങ്കര സ്വീറ്റ്. ഇതാ മാങ്ങ. കുറച്ച് റൈസ്, ആളുകൾ നല്ല മധുരം. കുറച്ച് റൈസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മാംഗോ ചിക്കൻ റൈസ് ആയിരുന്നു. നോക്കട്ടെ. സോ മിൽക്ക് കേക്ക്, വാനില ചോക്ലേറ്റ് ഉണ്ട്, മാംഗോയും മിൽക്ക് കേക്കും, കുറച്ച് സോസ്. മാംഗോ പ്യൂറി ആൻഡ് കണ്ടൻസ് മിൽക്ക് ഇട്ട ഒരു ടൈപ്പ് സോസ്. മിൽക്ക് കേക്ക് ഇസ് നോട്ട് ദാറ്റ് സ്വീറ്റ്. ഇറ്റ്സ് സോ സോഫ്റ്റ്. Actually, being a chocolate lover, this dish is more recommended. And the sweet compared to chocolate is much more manageable. And mango lovers, ഒരു decadent like dessert, heavy desserts കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സാധനം. സോ എയറി കണ്ട, നമ്മുടെ എയറോ എന്നൊക്കെ പറഞ്ഞൊരു ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എയർ ബബിൾസ് കാണാം. സോ ഇറ്റ്സ് സോ ലൈറ്റ്, സ്റ്റിൽ വെരി മോയിസ്റ്റ്. അടിപൊളി കേട്ടാ. ഭയങ്കര സ്വീറ്റ് ഒന്നും അല്ല, മാനേജബിളാണ്. ചോക്ലേറ്റ് ഫ്ലേവർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാനേജബിളാണ്. ഇതിൽ ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിലും കുറച്ച് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് മാംഗോ എസെൻസിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഫുൾ ഫ്രഷ് അല്ല, പക്ഷെ എന്നാലും മാംഗോസ് ഉണ്ട്. പക്ഷെ മാംഗോ സോസും അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അടിപൊളി. ഇനി ശേഷം ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വൈകുന്നേരം തുടരും. അതെ, ഇത് വീണ്ടും തുടരുന്നതായിരിക്കും. ഭയങ്കര ഹെവി ആയിപ്പോയി. ബിരിയാണിനെ കാട്ടി ഹെവി ആയിപ്പോയി ഡെസേർട്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൈസ് വൈസ് ഇറ്റ്സ് എക്സ്പെൻസീവ്. മേ ബി ബിക്കോസ് ഓഫ് ദി ഇൻഗ്രീഡിയൻസ്. പിന്നെ പോർഷൻ സൈസ് ഒരു 3 പേർക്ക് ഒരു ഡെസേർട്ട് പോലും കഴിക്കാൻ പറ്റില്ല, അത്രയും അധികം ഉണ്ട്. ഒരു 4 person ഡെസേർട്ടാണ്. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത 2 ഡെസേർട്ടും കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 1000 rupees, 1100 വരുന്നുണ്ട്. സോ ആവറേജ് ഒരു 550 rupees ആണ് ഒരു ഡെസേർട്ടിന് വരുന്നത്. സോ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്, ബട്ട് ഇറ്റ്സ് മെന്റ് ഫോർ 4 people ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനി കുറച്ച് നേരം റൂമിൽ പോട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്താ ഡിന്നറിനുള്ള പരിപാടിന്ന്. ഞാൻ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും കേട്ടോ. അതൊന്ന് ദഹിച്ചാലേ രാത്രിത്തേക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. ഇവർക്കെന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ട്, എല്ലാം ബിസി പീപ്പിൾ ആവാ. ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായിരിക്കും കേട്ടാ. ഈ വയറ് നിറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാണല്ലോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇറിറ്റേഷനും ആയിരിക്കും ലൈഫില്. ഇല്ല, വലിയ ബിസിനസ്സുകാര് 2 പേര്. ഇനി കുറച്ചാണ്. അതാണ് എന്താ ഭർത്താവ് ഉദ്യോഗം, ഇതാണ്
കൊറേ കാലം ഞാൻ കഷ്ടപ്പെട്ടില്ല, ഈ കുറച്ചാള് നിങ്ങൾ കഷ്ടപ്പെട്ട്. നീരാട്ടുന്ന എന്തേ ഇവിടെ ഇരുന്ന കോഫി ഇവിടെ നിന്നെല്ലാം പറയാം. ഇനിയിപ്പോ കോഫി കുടിക്കാൻ പോണ്ടേ? ഞാൻ വിചാരിച്ച നീരാട്ടം നമുക്ക് ഓ പോയി കോഫി അടിച്ചിട്ട് വരാം. ബാക്കിയുള്ള നമ്മുടെ ബിസിനസ് സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കും അപ്പുറത്ത്. മഴയത്ത് നമുക്ക് റൂമിൽ നിന്ന് കഴിച്ചാ പോരായിരുന്നു. ഞാൻ പറഞ്ഞോ മഴ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോ മഴയുണ്ട് ഞാൻ പറഞ്ഞോ? അപ്പൊ പറഞ്ഞു എന്റെ കാതിന്റെ അതെന്താ സംബന്ധിച്ചാൽ പ്രിൻസിന് ബർഗർ കഴിക്കണം, അതിനാണ് ഈ മഴയില്ലാന്ന് പറഞ്ഞത്. എനിക്കറിയാം ആർക്കാ ബർഗർ കഴിക്കേണ്ടത്. പറയും ഫോണും പിടിച്ചോണ്ടിരിക്കുന്നില്ലേ. മഴയ്ക്ക് ഇവിടെ നല്ല മഴയൊക്കെ കണ്ട് സ്വിമ്മിംഗ് പൂൾ സൈഡിലിരുന്ന് കഴിക്കായിരുന്നു. ഇത് എനിക്ക് അധികം റെക്കമെൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ റെക്കമെൻഡ് ചെയ്ത 2 പേര് പറഞ്ഞത് ഭയങ്കര അടിപൊളിയാണ്. വളരെ ഓഫ് ദ മാപ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാണാൻ നല്ല കിഡിലെ ആംബിയൻസ്, നമ്മുടെ പഴയ ഒരു ഡച്ച് ബംഗ്ലാവിൻ്റെ ഒക്കെ ഒരു ഫീലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. യൂറോപ്യൻ ഫീലാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ലാറ്റിൻ സ്ട്രീറ്റ്. അവിടെ വേണ്ട, ആ സൈഡിലിരിക്കുന്നത് നല്ലത്. അപ്പോൾ പോപ്പുലർ ഇത് കേട്ടോ സ്ഥലം. ആ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇരിക്കുന്നത് നല്ലത്. ഇത് AC ഉണ്ടല്ലോ, നമ്മുടെ ലോഫേഴ്സിന്റെ ഒരു ബെറ്റർ വേർഷൻ പോലെ തോന്നുന്നു അല്ലേ? ആംബിയൻസ്, ലൈറ്റ് ബൾബ്സ്, റൂഫിങ്, മതില് എല്ലാം നല്ല യുണീക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ലുക്ക് സോ നൈസ്. ഇപ്പൊ പറയും കൊച്ചിയിൽ എന്താ ഇങ്ങനത്തെ സ്ഥലം ഇല്ലാത്ത? എപ്പോ എവിടെ പോയാലും ഇപ്പൊ അതാണ് ബ്രേക്ക് പറച്ചില്ല. കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കൊച്ചിയിൽ ഇങ്ങനത്തെ സ്ഥലം ഇല്ലാത്ത? കാലിക്കറ്റ് മാത്രമല്ല നമ്മൾ എബ്രോഡ് ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. എബ്രോഡ് ഓക്കെ, പക്ഷെ കാലിക്കറ്റിൽ കണ്ടില്ലേ എല്ലാ എബ്രോഡ് സ്റ്റൈൽ കുറെ സാധനങ്ങളുണ്ട്. ഇവര് എനിക്ക് തോന്നുന്നു ഭയങ്കര അണ്ടർസ്റ്റാഫ്ഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കൂടി നടന്നാണ് പണി. എനിക്ക് ഇത്ര റഷ് വന്നുകൊണ്ടായിരിക്കും. ആക്ച്വലി ഇറ്റ്സ് എ വെരി പോപ്പുലർ പ്ലേസ്. ഇവിടെ ഇന്ന് സ്പെഷ്യല് ബീഫ് റിബ്സിന്റെ ഒരു ഐറ്റം ആണ്, പർക്കോടയോ അങ്ങനത്തെ ഒരു സംഭവം. സോ 700 grams 1100 rupees. 3 പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ബട്ട് ഐ വോണ്ട് ടു ട്രൈ ദ ബർഗർ ഓൾസോ. എന്നോട് അത് സജസ്റ്റ് ചെയ്തത്. സോ ബർഗർ ട്രൈ ചെയ്യുന്നുണ്ട്. അത് സ്മാഷ് പാറ്റിയുടെ ഡബിൾ പാറ്റി റീസണബിൾ ആണ്. ദാറ്റ്സ് ലൈക്ക് അറൌണ്ട് 330 rupees. അത് വലിയ റേറ്റ് കൂടുതലല്ല. പിന്നെ കൊമ്പൂച്ച, കുറേ ടൈപ്പ് കൊമ്പൂച്ച ഡ്രിങ്ക്സ് ഉണ്ട് ഇവിടെ, പക്ഷെ ഒന്നും ഇപ്പം അവൈലബിൾ അല്ല. പിന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടറും പറഞ്ഞിട്ടുണ്ട്. സോ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഭയങ്കര പോപ്പുലർ ആണ്. എന്തൊരു റഷാ. ആ ബെസ്റ്റ് ഡിഷ് വന്നിരിക്കുന്ന നോക്ക്. ഞാൻ കോണിന്റെ പീസസ് ആക്കി കിട്ടുന്നു. ഇതെങ്ങനെ കടിച്ചടിച്ച് കഴിക്കണല്ലോ എല്ലാരും. ഐഡിയ മൂന്നായി മുറിച്ച് അല്ലേ 3 പേർക്ക് കൊടുക്കുക. കൊള്ളാം. ഇത് ചീസ്, ചില്ലി, മായോ ആൻഡ് കോൺ 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. ഇത് മറ്റേ പാടത്തിനായി പറിച്ചുകൊണ്ട് വന്നതാ. എല്ലാം തിരക്കിന്റെ ഇടയിൽ മറന്നു കേട്ടാ. എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. പ്ലേറ്റ് ഇല്ലായിരുന്നു, ഫോർക്ക് ഇല്ലായിരുന്നു, നൈഫ് ഇല്ലായിരുന്നു, ഗ്ലാസ് ഇല്ലായിരുന്നു, ടിഷ്യൂ ഇല്ല, ഒന്നുമില്ല. നമ്മൾ മാത്രമുണ്ട്. ഇത് ആക്ച്വലി അവർ കോണുണ്ട് കോബ് എന്ന് പറഞ്ഞു വല്ലതും മെനുവിൽ ഇടുന്നതാണ്. എന്നാലേ നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ കഴിക്കണം എന്ന്. കാരണം ഇത് ഷെയർ ചെയ്യാൻ കുറച്ച് പാടാണ്, പിന്നെ കഴിക്കാനും കുറച്ച് പാടാണല്ലോ. അതെ നോക്ക്, കഴിക്കേണ്ട പ്രിയം പ്രിൻസ്, അല്ലാതെ നടക്കില്ല. ശരിക്കും അവന് തന്നാൽ മതി, എളുപ്പമായാലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ സോസാണ്, മയോണീസ്, ഒരു ചിപ്പോട്ട്ലി സോസ് ഒക്കെ പോലെ, കുറച്ച് ചില്ലി, നല്ല സ്വീറ്റ് ഫ്രഷ് കോൺ, അടിപൊളി. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്. എൻ്റെ കൊമ്പൂച്ച പോലത്തെ കൊമ്പൂച്ചയല്ല, പക്ഷെ ഇതൊരു പൈനാപ്പിളിൻ്റെ സ്റ്റെമ്പും തൊലിയൊക്കെ വെച്ച് കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, പ്രോബയോട്ടിക്. ബട്ട് ദ ഹൈലൈറ്റ് ഓഫ് ദ ഡേ ഈസ് ഹിയർ. ലുക്ക് അറ്റ് ദിസ് ഏജ്ഡ് ചീസ്, ഫ്രഷ്ലി ബേക്ഡ് ബൺ, ഭാഗ്യത്തിന് വെജിറ്റബിൾസും ഇല്ല, നല്ല ഡബിൾ ഡൗൺ സ്മാഷ്ഡ് പാറ്റീസ്, അടിപൊളി. ഇത് 12 hours കുക്ക് ചെയ്യുന്ന 10 to 12 hours. ഓക്കെ. കൊള്ളാലോ. ബീഫ് റിബ്സ്. ഓക്കെ. ഇതുപോലത്തെ ഒരു ഡിഷ് ഉണ്ടല്ലോ കൊച്ചിയിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സോ ഇത് 3 സോസ്. അത് കറക്റ്റാ. ഇത് ചിമ്മിച്ചൂറി സോസ്, ഒരു അർജന്റീനൻ സോസ്, ഇൻ ഹൗസ് ബാർബിക്യൂ സോസ്, ബീഫ് റിബ്സ് വിച്ച് ഇസ് കുക്ക്ഡ് ലൈക്ക് 10 to 12 hours, ആൻഡ് മാഷ് പൊട്ടറ്റോസ്, മഷ്റൂംസ്, ബോയിൽഡ് വെജിറ്റബിൾസ്, പിന്നെ ഒരു ബട്ടർ ഗാർലിക് സോസിലാണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് മീ ഫസ്റ്റ് ടേസ്റ്റ് ദ ഡ്രിങ്ക്. ഈ ഇലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൈനാപ്പിൾ കഴിച്ച് ചൊറിയോ ആവും. പൈനാപ്പിളിൻ്റെ തൊലിയാണ്. This actually tastes like wine.
ഒരു സെമി ഫെർമെന്റഡ് വൈൻ്റെ ഒരു ഫ്ലേവറാണ്. അതെ, ഒട്ടും ചൊറിയാത്ത മാരിയായതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ്സ് പ്രോബയോട്ടിക്. എനിക്കിഷ്ടമാണ്. ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ തായ് ഫ്ലേവർ ഒക്കെ ഉണ്ട്. ലെറ്റ് മീ ട്രൈ ദ ബീഫ് വിത്ത് സം മാഷ്ഡ് പൊട്ടാറ്റോ. ബട്ടറിൽ മുങ്ങി കിടക്കുവാണ് വിത്തൗട്ട് എനി സോസ്. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട്? ബീഫ് ഇസ് ആക്ച്വലി ബട്ടർ. ഈ മാഷ് പൊട്ടാറ്റോനെ കാട്ടി മെൽറ്റ് ഇൻ യുവർ മൗത്ത് ഫ്ലേവർ ആണ് ദ ബീഫ്. ദ ബീഫ് ഇസ് ഫാറ്റി ഓൾസോ, റിബ്സ് അല്ലേ. കംഫർട്ട് ഫുഡ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. സോസ് ഒന്നും വേണ്ട. പിന്നെ ബാർബിക്യൂ സോസ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയ ഇറ്റ് ബി ജസ്റ്റ് സ്വീറ്റ്. ഇത് സ്മോക്കിനെസ് ഉണ്ട്, ടൊമാറ്റോയിനെസ് ഉണ്ട്, ഒരു പെപ്പറി ഫ്ലേവർ ഉണ്ട്. അടിപൊളി. ഇത് ബീഫ് ഇറ്റ്സ് ലൈക്ക് എ ബ്രൗൺ സോസ്. ബീഫ് സ്റ്റോക്ക് വെച്ച് ഉണ്ടാക്കിയ സോസാന്ന് തോന്നുന്നു. ഇത് ഇതിൻ്റെ കൂടെ ഇട്ടുണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ഇത് ഭയങ്കര നന്നായി പോകും. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ ചിമിച്ചൂറി സോസ്, അർജന്റീനിയൻ സോസ് ആണെന്ന് തോന്നുന്നു. ഇത് ഇടയ്ക്ക് കഴിക്കുന്ന എന്തിനാ അറിയോ? വിനേഗറും ഒരു പുളിപ്പൊക്കെ ഉണ്ട്. സോ ഭയങ്കര മട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മുക്കി കഴിക്കുക. ഔട്ട്സ്റ്റാൻഡിങ്, ഭയങ്കര ബെസ്റ്റ്. ഇത് ഒരു റെവലേഷൻ ഡിഷാണ് കേട്ടോ. അയ്യോ, കാലിക്കട്ടുകാർ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഡിഷിന്റെ പേരൊന്നും എനിക്ക് കഷ്ടമാണ്. ഇതൊന്നും കൊച്ചിയിലില്ല. സത്യം ക്വാളിറ്റി. ഇത് കൊച്ചിയിലുണ്ട് ഒരു സ്ഥലം, ഇറച്ചി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്, പക്ഷെ അതൊന്നും ഇതിന്റെ അടുത്ത് വരില്ല. ഔട്ട്സ്റ്റാൻഡിങ്. ബീഫ് വന്ന എക്സൈറ്റ്മെന്റിൽ ഈ ബർഗറിന്റെ കാര്യം മറന്നു. ദ ഡ്രൈ ഏജ് ചീസ്, ഇതൊക്കെ എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് സ്റ്റിൽ ദ ഗിവിംഗ് ഇൻ എ കമ്പാരിറ്റീവ്ലി ഗുഡ് റേറ്റ് വെൻ യു കമ്പയർ ടു കൊച്ചി. അതെങ്ങനെയുണ്ട്? ബ്രേക്ക് അല്ലെങ്കിൽ സ്റ്റേക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇത് നീ വേറെ എവിടെയും കഴിക്കില്ല ബീഫ് ചിലപ്പോൾ. അടിപൊളിയല്ലേ? സോഫ്റ്റ്. ആ ബ്രൗൺ സോസും കൂടെ ഒഴിച്ചു നോക്ക്. സോഫ്റ്റ് ലൈക്ക് ബട്ടർ, അതാ പറയണ്ടേ, മെൽറ്റഡ് ബട്ടർ. ഔട്ട്സ്റ്റാൻഡിങ് സംഭവം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട്. അല്ല, പക്ഷെ ആ ബ്രൗൺ സോസ് ഒന്ന് കുറച്ചിട്ടു. അത് ഒരു മസ്റ്റേർഡിന്റെ ഫ്ലേവറും കിട്ടുന്നുണ്ട്. ഡെലിഷ്യസ് പാറ്റി. ആൻഡ് ആ ചീസ് ഓവർ സോൾട്ടിനെസ്സോ ഓവർ റിച്ച്നെസ് ഒന്നുമില്ല. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്. ഓ മൈ ഗോഡ്, വാട്ട് ആൻ അമേസിംഗ് പ്ലേസ്. Maybe one of the best Western food like this I've had in a long time. Outstanding food. ഭയങ്കര ഇഷ്ടപ്പെട്ടു. only thing delay in service ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു ഇംപ്രഷൻ അധികം ഇല്ലായിരുന്നു, ബിക്കോസ് കുറച്ച് ക്ലംസി ആയിരുന്നു. പക്ഷെ കുക്കും ഷെഫിനും ഒരു ക്ലംസിനെസ്സും ഇല്ല. പെർഫെക്ഷൻ ആറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ്. ലുക്ക് അറ്റ് ദ ബർഗർ. ഇത് കാണുമ്പോൾ തന്നെ ഇത് നോക്കിക്കോ, കണ്ടാ ജ്യൂസ് വരുന്നത്. സോ ഇറ്റ്സ് ദാറ്റ് വെൽ കുക്ക്ഡ്. പെർഫെക്റ്റ്. ദ ബൺ ഇസ് സോഫ്റ്റ്, ബട്ടറി. ഒരു അൾട്ടിമേറ്റ് ഇൻ്റലിജൻസ് കംഫർട്ട് ഫുഡാണ്. ഇത് കാണുമ്പോൾ എന്താണെന്ന് അറിയാം എനിക്ക് തോന്നുന്നത്, ആ തുടരും കണ്ട് ഇറങ്ങിയ സാറ്റിസ്ഫാക്ഷനാണ്. മനസ്സൊന്ന് അറിയും. അപ്പോൾ ഒരു ദിവസം കാലിക്കറ്റിൽ വന്നിട്ട് ഏകദേശം 2 കിലോ കൂടിയിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ബട്ട് താങ്ക് യു കാലിക്കറ്റ് ഫോർ സെർവിങ് സം ഡെലിഷ്യസ് പ്രോപ്പർ അൺഅഡൾട്രേറ്റഡ് ഫുഡ്. എവറിത്തിങ് വാസ് ഗുഡ്. ബിരിയാണി വാസ് ഗുഡ്. ഉച്ചത്തെ വൈകുന്നേരത്തെ ഡെസേർട്ട് വാസ് ഗുഡ്. സ്നാക്സ് കഴിക്കാതിരുന്ന നന്നായി. വന്ന് ഈ ഡിന്നർ എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത്രയും. എവറിത്തിങ് ഇസ് ക്ലീൻ, എവറിത്തിങ് വാസ് അമേസിങ്. സോ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഒരു റിമൈൻഡർ, നമ്മൾ വന്നിട്ട് നമ്മുടെ എക്സിബിഷന് വേണ്ടിയായിരുന്നു. സോ നമ്മൾ വെൻഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലത്തെ അടിപൊളി ഫുഡും അല്ലെങ്കിൽ നല്ല ക്ലോത്തിങ്ങും ജ്വല്ലറിയും എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അടി കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമ്മുടെ എക്സിബിഷൻ കാലിക്കറ്റ് ആസ്പിരിൻ ഹാളിൽ ജൂലൈ 12th and 13th വരുന്നത്. സോ അതിനുവേണ്ടി വുമൺ ഓൺട്രപ്രണേഴ്സ് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. സോ അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് റെസ്പോൺസ് വരുന്നതായിരിക്കും. എന്തായാലും വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ഫുഡ് വെൻഡേഴ്സിനെ പരിചയപ്പെടാനും ഏകദേശം ഒരു 3-4 ഫുഡ് വെൻഡേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ അവരൊക്കെ പരിചയപ്പെടുത്താനും ഫുഡ് ടേസ്റ്റിംഗൊക്കെ നമ്മൾ വീണ്ടും കാലിക്കറ്റിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ. പ്ലേറ്റൊക്കെ ക്ലീൻ. കാലിക്കറ്റിൽ നിന്ന് സന്തോഷമായിട്ട് ഇറങ്ങാൻ പോകുന്നത് രാവിലെ. അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയ സ്ഥലം 3200 രൂപയ്ക്ക്.
പ്രിൻസ് ഷോക്ക് ചെയ്യാൻ റേറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ബൈ. ക്ലീൻ